കാരണം ഞാൻ ഈ ബിസിനസ് 10 വർഷമായി. 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഇന്ന് ഈ ബിസിനസ് ചെയ്യുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു 10 മടങ്ങ് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പരാതികളും ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും നമ്മളെ ഉള്ളിലേക്ക് നെഗറ്റീവായി കാണാതെ ഈ ബിസിനസ് ചെയ്യാൻ നമ്മൾ മാനസികമായിട്ട് തയ്യാറാകുകയും അങ്ങനെ ചെയ്യുകയും ഇന്ന് വലിയ എന്താണ് ഒരു സാധാരണക്കാരനാ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടും എത്രയോ മടങ്ങ് ശരിക്കും ഇപ്പൊ ഇതില് എൻ്റെ ഏറ്റവും കൂടുതൽ നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഉള്ളത് നമ്മളെ RTC ലീഡർ പ്രജീഷ് സാറാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ 1 കോടി മാച്ചിങ് ആയിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു 10-15 മടങ്ങ് ബിസിനസ് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യാനുള്ള സാധ്യതകൾ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ, എനിക്ക് ഇന്ന് MI ലൈഫ്സ്റ്റൈൽ ബിസിനസിനെക്കാട്ടിലും വേറൊരു അവസരം സാധാരണക്കാര ആളുകൾക്ക് ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ആ സത്യം ആദ്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂ. കാരണം എനിക്ക് ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് വേറൊരു അവസരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആദ്യം നമുക്ക് ആവശ്യം കുറച്ച് പണമാണ്. ഈ പണം ഉണ്ടെങ്കിൽ അടുത്ത് നമുക്ക് വേറെ ഏത് മേഖലയും ചെയ്യാം. സാധാരണക്കാര ആളുകൾക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെയാണ് ആളുകൾ രക്ഷപ്പെടുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കില്ല. ഞാനെല്ലാം തുടക്കത്തില് ഇപ്പൊ പറഞ്ഞ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് കുറെ കാലം കൂലിപ്പണി, പിന്നെ ഏതെങ്കിലും ബിസിനസ്, അത് കഴിഞ്ഞ് വീണ്ടും കൂലിപ്പണി, ബിസിനസ്, ഇങ്ങനെ പോഷത. ആ സമയത്തെല്ലാം ഞാൻ വിചാരിച്ചത് നന്നായിട്ട് അധ്വാനിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അധ്വാനിച്ചു. ഒരു ദിവസം പോലും എന്താണ് വെറുതെ ഇരിക്കാതെ നന്നായിട്ട് അധ്വാനിച്ചു. പക്ഷെ ആ അധ്വാനിച്ച സമയത്തെല്ലാം എനിക്കൊരറിവ് മനസ്സിലായത് പിന്നെ നാളെ രക്ഷപ്പെടും, നാളെ രക്ഷപ്പെടും, നാളെ രക്ഷപ്പെടും, ഇങ്ങനെ ഒരു ഇതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഓരോ ദിവസവും എന്തായാലും ഇമ്മാസം എങ്ങനെയില്ല, എന്തായാലും അടുത്ത മാസം രക്ഷപ്പെടും, ഇങ്ങനെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൽ വരികയും ഇതിന് ട്രെയിനിങ്ങിലും പ്രോഗ്രാമിലേക്കും വന്ന് പങ്കെടുത്തതിന് ശേഷമാണ് എനിക്ക് പല വാക്കുകളും ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ആറ്റിറ്റ്യൂഡ്. നമുക്കൊരു മനോഭാവമുണ്ടെന്നും ആ മനോഭാവമാണ് നമ്മളെ രക്ഷപ്പെടുന്നതെന്നും. അപ്പൊ അതിൽ എന്താണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ബിസിനസ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, കസ്റ്റമർ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ലോ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് അല്ലെ മനോഭാവം എന്ന വാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് വന്നു ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടല്ല. അപ്പൊ ഞാൻ തന്നെ ചിന്തിക്കും, എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നെഗറ്റീവാണോ പോസിറ്റീവാണോ? അങ്ങനെ ഇത് ആദ്യം തന്നെ ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക്, കാരണം നമ്മള് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവിന്റെ കൊട്ടയെന്നാണ് വരുന്നത്. നമ്മൾ അങ്ങനെ ഒരു വാക്ക് ഇതുവരെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അപ്പൊ അതിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോ
ഈ ആറ്റിറ്റ്യൂഡിന്, ഈ മനോഭാവത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് ഈ ബിസിനസ് വന്നതിന് ശേഷം ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ട് ഒരു പരിധി, കാരണം എനിക്കെല്ലാം ഒന്ന് ചെന്ത് പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്, എല്ലാത്തിനും ആ സ്പോട്ട് പ്രതികരിക്കുന്ന ആളാണ്. ഇതൊന്നും ഈ ബിസിനസ്സിന് ഒരിക്കലും ഗുണമല്ല എന്നുള്ളത് മനസ്സിലാക്കി തന്നത് ആദ്യം ഈ കമ്പനിയിൽ വന്നതിന് ശേഷം. രണ്ടാമത്തത് ഞാൻ മനസ്സിലാക്കിയത് നന്നായിട്ട് അധ്വാനിച്ചാൽ രക്ഷപ്പെടുമെന്നാണ്. പക്ഷെ പിന്നീടാണ് മനസ്സിലാകുന്നത് ഒറ്റയ്ക്ക് ഒരിക്കലും ഒരാൾ ജോലി ചെയ്താൽ ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടില്ല. നമ്മൾ ഏത് ജോലി ചെയ്യുന്നു ആ ജോലി ചെയ്യുന്ന നമ്മുടെ കൂടെ കുറെ ആളുകൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ആളുകളെ വർക്കിംഗ് ടൈം കൂടി നമ്മുടെ വർക്കിംഗ് ടൈം ആകുന്ന സമയത്ത് മാത്രമേ നമ്മളെ വരുമാനം വർദ്ധിപ്പിക്കൂ എന്നുള്ള തിരിച്ചറിവ് കിട്ടി. ഇതല്ല ഈ ബിസിനസ്. നമ്മളെ കൂടെ പണിയെടുക്കണമെങ്കിൽ നമുക്ക് അവർക്ക് ക്യാഷ് കൊടുക്കണം, നമുക്ക് നല്ല സ്ഥാപനങ്ങൾ വേണം, എന്തെങ്കിലും വ്യവസായ യൂണിറ്റുകൾ വേണം. അവിടെ നമ്മൾ ആളുകൾക്ക് പണി കൊടുക്കുക, അവർക്ക് സാലറി കൊടുക്കുക, ലക്ഷങ്ങൾ ഇല്ലേ കോടികൾ മുടക്കുക. ഇതൊക്കെയായിരുന്നു നമ്മുടെ ചിന്ത. പക്ഷെ എന്നതിന് ശേഷമാണ് മനസ്സിലായത്, ട്രെയിനിങ്ങിലും പ്രോഗ്രാമും നന്നായിട്ട് വീണ്ടും വീണ്ടും അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. ഇതിന്റെ ഈ ബിസിനസിന്റെ ഉള്ളിലെ പൾസ്. നമ്മൾക്ക് പണം നമ്മൾ മുടക്കണ്ട, പക്ഷെ പണം മുടക്കാതെ ആളുകളെ നമ്മളെ കൂടെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ഒരാളുകൾക്കും 1 രൂപയും നമ്മൾ കൊടുക്കണ്ട, ഒന്നും നമ്മൾ കൊടുക്കണ്ട. പക്ഷെ അവരെ കൂടെ നിന്ന് അവരിൽ ഒരാളായിട്ട് അവർ നമ്മളെ കൂടെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. പൈസ ഒന്നും വേണ്ട. അപ്പൊ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കലാണ് ഈ ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് ഒരു തിരിച്ചറിവ് കിട്ടി. അപ്പം പറഞ്ഞു വന്നത് വെച്ചാൽ, ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം എനിക്ക് ആദ്യം കിട്ടിയത് കുറെ തിരിച്ചറിവുകളാണ്. പിന്നീട് ഒരവസരം മനസ്സിലായത്, ഒരു മേഖലയിൽ നിന്നും ആദ്യം പണം കിട്ടില്ല. ഏത് മേഖലയിൽ നിന്നും പണം കിട്ടണമെങ്കിൽ അവിടെ നമ്മൾ ആദ്യം ഏത് മേഖലയായാലും പണം കിട്ടണമെങ്കിൽ ആ മേഖലയിൽ 1, 2, 3 വർഷം ആ മേഖലയിൽ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മൈ ലൈഫിൽ വരുന്ന സമയത്ത് എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല. ഡയറക്ട് സെല്ലിംഗ് മേഖലയെ പറ്റി അറിയില്ല. ഡയറക്ട് സെല്ലിംഗ് അല്ല, ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനെ പറ്റിയും ഒരു തിരിച്ചറിവ്. നമുക്കിപ്പോ രാവിലെ എന്തെങ്കിലും പണിക്ക് പോവും, തിരിച്ചു വരും, പൈസ കിട്ടും, അതിന് ഷോപ്പിൽ പോയി സാധനം വാങ്ങും. ഈ ഷോപ്പ് സാധനം ഉണ്ടാക്കുന്നതല്ലെന്നോ, ഇത് എവിടെ ഉണ്ടാക്കുന്നെന്നോ, ഇതിനൊരു പരസ്യക്കാരുണ്ടെന്നോ, ഇതിന് ഇടനിലക്കാരുണ്ടോ, ഇങ്ങനെ ഒരു സംഭവം അറിയില്ല. ശരിക്കും ഇതിൽ വന്ന് ഇതിന്റെ ഒരു 4, 5 ഇല്ലെ 5, 10 ക്ലാസ്സുകൾ കേട്ടതിന് ശേഷമാണ് ഫാക്ടറി, നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ, സോണൽ ഡിസ്ട്രിബ്യൂട്ടർ, പിന്നെന്താ സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ, ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടർ, ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളത്. നമ്മൾ ഡയറക്ട് സെല്ലിംഗ് അല്ല, ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇങ്ങനൊരു കച്ചവട രീതിയാണെന്ന് പോലും ഒരു അറിവും എനിക്കില്ലായിരുന്നു. ഇതൊക്കെ പഠിച്ചത് ഇതിൽ വന്നതിന് ശേഷമാണ്. അപ്പോ ആദ്യത്തെ 1 വർഷം ശരിക്ക് ഇത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ സമയം ചെലവഴിച്ചത്. ഞാൻ 2015 അല്ലെ 16 കാലഘട്ടവും ഇന്നും മൈ ലൈഫ് ചെയ്യുന്ന ആളുകളെ എടുത്തു നോക്കിയാൽ രണ്ടും 2 വിഭാഗമാണ്. 2015, 16 എൻ്റെ കൂടെ വന്ന ഒരുപാട് ആളുകൾ അന്നും ഇന്നും, ഇന്നിപ്പോ ശരിക്കും പറഞ്ഞ ഒരു വർഷം മുമ്പാണ് ഞാൻ ഈ മീറ്റിങ്ങിൽ വന്നതെങ്കിൽ അന്നുള്ള പല മുഖങ്ങളും ഇന്ന് ഇതിലില്ല. 2015 ഞാൻ വന്ന സമയത്തുള്ള പല ആളുകളും ഇന്ന് ബിസിനസ്സിലില്ല.
അപ്പൊ ഈ ബിസിനസ്സിലേക്ക് പിടിച്ചു നിൽക്കാതിരിക്കാനുള്ള കാരണം എല്ലാ ആളുകളും ഈ ബിസിനസ് പ്ലാൻ പറയുന്നത് കേട്ടത് കൊണ്ടോ എല്ലാ വേറെ ഏതെങ്കിലും രീതിയിലോ എന്നറിയില്ല, എല്ലാ ആളുകളും 1 മാസം 2 മാസം 3 മാസം കഴിയുമ്പോൾ പറയും, സാറേ എനിക്കൊന്നും കിട്ടിയില്ല, സാറേ എനിക്കൊന്നും കിട്ടിയില്ല, സാറേ എനിക്കൊന്നും കിട്ടിയില്ല. പിന്നെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും. അവർക്ക് എൻ്റെ ടീമിൽ ഒരു 10 ആളുണ്ടെങ്കിൽ ഈ 10 ആളുകളെയും പരാതികളും പരിഭവവും കേൾക്കലാണ് എൻ്റെ പണി. എന്നാൽ 2015-16 വന്ന സമയത്ത് നമ്മൾ ആരെയും ഒരു പരാതിയും കേട്ടിട്ടില്ല. കാരണം എന്താ, നമുക്ക് അത്ര ബന്ധങ്ങൾ, നമ്മുടെ ടീമിലേക്ക് വന്ന ആളുകളെ ബന്ധങ്ങൾ നമ്മളെ കൂടുതലില്ലായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും വരെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാനേ പോകാറില്ല. അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ അറിയാറില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം ബെല്ലു സാർക്ക് അറിയാം. പക്ഷെ അത് വെച്ച് എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ബെല്ലു സാർ എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ശൈലേഷ് സാറേ എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഹരികൃഷ്ണ സാർ എനിക്കൊരു പ്രശ്നമുണ്ട്, നമ്മൾ അങ്ങോട്ട് പറയാറില്ല. എന്നാൽ നമ്മൾ ഇന്ന് 2 ദിവസം, ഒരു 3 ദിവസം, അല്ലെ ഒരാഴ്ച, ഒരു മാസം ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടറെ കണ്ട് പരിചയപ്പെട്ട് നമ്മൾ അവരോട് സംസാരിച്ചാൽ അവരുടെ ഉള്ള കംപ്ലീറ്റ് പരാതികളും നമ്മൾ കേൾക്കണം. എന്തിനാണ് നമ്മളിത് കേൾക്കുന്നത് പോലും ഞാൻ ചിന്തിച്ചിട്ട്. അപ്പൊ പറഞ്ഞു വന്നത്, ഞങ്ങൾ തുടക്കത്തിൽ ഈ ബിസിനസ് നമ്മളത്തെ മുൻനിരയുള്ള ലീഡർമാർക്കൊന്നും പരാതികളും പരിഭവങ്ങളൊന്നുമില്ല. അവർ ബിസിനസ് ചെയ്യും, അല്ലെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ചെയ്യും. ഇന്ന് 100 പരാതികളാണ്. അതിന് കാരണം ഈ ബിസിനസിനെ പറ്റി കൂടുതൽ പഠിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ചെയ്തത്, രാവിലെ ഒരാഴ്ച 6 ദിവസം ജോലിക്ക് പോവും, 7ാമത്തെ ദിവസം ട്രെയിനിങ്ങിന് പോവും, വീണ്ടും 6 ദിവസം ജോലിക്ക് പോവും, 7ാമത്തെ ദിവസം ട്രെയിനിങ്. എനിക്ക് കണ്ടിന്യൂ എൻ്റെ ശരിക്കും പറഞ്ഞ തുടക്ക കാലഘട്ടം ഞായറാഴ്ച എന്ന് പറഞ്ഞ ദിവസം നമ്മളിപ്പോ ഈ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ആളുകൾക്കും കല്യാണം, സൽക്കാരം, വീട്ടിൽ കൂടുതലെ ഈ ഞായറാഴ്ചകൾക്ക് എല്ലാവർക്കും സൽക്കാരങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ 2015-16 കാലഘട്ടം കംപ്ലീറ്റ് ട്രെയിനിങ്. ആ ട്രെയിനിങ് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കണമെന്ന് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് 2015-16 ശരിക്കും പറഞ്ഞാൽ 104 ആഴ്ച ഈ 2 വർഷത്തിലുണ്ടെങ്കിൽ 100 ആഴ്ചയും ട്രെയിനിങ് ആയിരിക്കും. 1-2 ആഴ്ച എങ്ങനെയെങ്കിലും എന്ത് അർജന്റ് വീട്ടിലേറ്റവും നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും പ്രധാനപ്പെട്ട ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ലീവല്ലാതെ ഒരു കല്യാണത്തിനോ ഒരു സൽക്കാരത്തിനോ ഞാൻ വരില്ല. കാരണം എനിക്കറിയാം ഇത് ഭാവിയിൽ ഒരു പ്രൊഫഷണൽ ബിസിനസ് ആണെന്നും ഈ പ്രൊഫഷണൽ ബിസിനസ്സിനെ ആ രീതിയിൽ കാണണമെങ്കിൽ ആ രീതിയിൽ നമ്മൾ പഠിക്കണമെന്നും നമ്മളെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും ഞാൻ പറഞ്ഞ നമ്മളെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആണെന്നും ഇതൊക്കെ ചെയ്യണമെങ്കിൽ പഠനം അത്യാവശ്യമാണെന്നുള്ളത് കൊണ്ട് ശരിക്കും ഒരു ആദ്യത്തെ 1-2 വർഷം കംപ്ലീറ്റ് എല്ലാ ആഴ്ചയും ട്രെയിനിങ് ആയിരുന്നു. ആ ട്രെയിനിങ്ങിന് പോകുന്നത് കൊണ്ട് എനിക്ക് ഇന്ന് എന്തുണ്ടായെന്ന് വെച്ചാൽ, ശരിക്കും ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും ഒരു വാക്ക് പോലും ക്ലിയർ ആയിട്ട് ആളുകളോട് സംസാരിക്കാനൊന്നും പറ്റാറില്ല. ഒരിക്കലും ഒരു കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ പറ്റാറില്ല. പക്ഷെ നിരന്തരം ഇത് കേട്ട സമയത്ത്, ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച സമയത്താണ് കൃത്യമായി മനസ്സിലായത്, ഇന്ന് ഈ ബിസിനസ് ഏത് മേഖലയിലും ഒരു കാലഘട്ടത്തിന് ഓരോ മേഖലയാണെന്നും ഇനി വരുന്ന കാലഘട്ടം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെതാണെന്നും അതിൽ നല്ലൊരു മാനേജ്മെന്റ് കീഴിലായിരിക്കണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ AI ചോദിച്ചാൽ
എല്ലാ കാര്യവും ശരിക്കും പറഞ്ഞാൽ നമ്മളെ എന്താണ് ഇപ്പൊ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് ഒരു 10 വർഷത്തോളം ഫോട്ടോ വേണമെങ്കിൽ അതുപോലും ഡിസൈൻ ചെയ്തു തരാൻ ഉള്ള സംവിധാനം നമ്മളെ ഈ ഫോണിലുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു ഭാവിയിലെ ബിസിനസ് എന്താണെന്നും അല്ലെ ഭാവിയിൽ വരുന്ന മേഖല എന്താണെന്ന് ചോദിച്ചാൽ അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, വരാൻ പോകുന്ന കാലഘട്ടം വെൽനസ് ഇൻഡസ്ട്രിയാണ്. രണ്ടാമത്തത് പറയുന്നത് ഇ കൊമേഴ്സ് ആണ്. മൂന്നാമത് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. അപ്പം വരുന്ന കാലഘട്ടം പ്രധാനപ്പെട്ട 3 മേഖലയാണ്. നമ്മളെ ഭാഗ്യം എന്താ വെച്ചാൽ, അല്ല എൻ്റെ ഒരു ഭാഗ്യം എന്താ വെച്ചാൽ 2015 ഈ 3ഉം ഒരുമിച്ചൊരു കമ്പനിയിലേക്ക് ദൈവം എന്നെ എത്തിച്ചു. കാരണം ഒരു 3 മേഖല ഒരുമിച്ചുള്ള സമയത്ത് അത് ചെയ്യലാന്നാണ് നല്ലത്. ഇനി വേണേ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെൽനസ് സെന്റർ മാത്രം നമ്മളെ കയ്യിൽ ലക്ഷങ്ങൾ മുടക്കാനുണ്ടെങ്കിൽ വെൽനസ് പ്രൊഡക്റ്റുകളുടെ ഒരു ഷോപ്പ് നമുക്ക് തുടങ്ങാം. കാരണം ഇനി വരുന്നത് വെൽനസ് ഉൽപ്പന്നങ്ങളുടെ കാലഘട്ട. അത് മാത്രമാണ് നമുക്ക് തുടങ്ങാം. പിന്നെ ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ എന്താ പറയാ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ആമസോണ്, ഫ്ലിപ്കാർട്ട് ഇതുപോലുള്ള ഒരുപാട് നൂറുകണക്കിന് കമ്പനികൾ ഇന്ന് നമ്മളെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തുണ്ട്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാം. ഇത് സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ അവിടെ നമ്മൾ ശരിക്കും വരാൻ തുടക്കത്തിൽ അതിന് ലക്ഷങ്ങൾ മുടക്കണം. അതിന്റെ സോഫ്റ്റ്വെയർ കാര്യങ്ങൾ വെച്ച് അതിന്റെ പിന്നില്. അപ്പൊ നേരെ മറിച്ച് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ MI ലൈഫ് സ്റ്റൈൽ ചെയ്യാൻ ഒരു റിസ്ക്കും ഇല്ല. മുമ്പിനെ കുറിച്ച് ഒരു പഠനവും വേണ്ട, ഒരു സംവിധാനവും വേണ്ട. നമ്മളെ ഈ കമ്പനിയിലേക്ക് നമ്മളെ ID കൊടുക്കുക, നമ്മളെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. എന്നതിനുശേഷം ആവശ്യമുള്ള പോയിട്ടിലേക്ക് നമ്മൾ സാധാരണ നമ്മളെ തൊട്ടടുത്ത ഷോപ്പ് പോകും പോലെ നമ്മളെ സോപ്പ്, പേസ്റ്റ്, എണ്ണ, ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങുക, ഉപയോഗിക്കുക. അതിന്റെ കൂടെ ഇത് ട്രെയിനിങ്ങും പ്രോഗ്രാമും പോയി പഠിച്ച് അങ്ങ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾക്ക് ഒരു റിസ്ക്കും ഇല്ല. നമ്മളെ കൂടെ വരുന്ന ആളുകൾക്ക് 1 രൂപ നമ്മൾ കൊടുക്കണ്ട. നമുക്ക് വലിയൊരു മുതൽ മുടക്കില്ല. അപ്പം ഇനി വരുന്ന കാലഘട്ടത്തിന്റെ അവസരത്തെ ചെയ്യാൻ ഇവിടെ ഒരു മുതൽ മുടക്കില്ലാതെ ചെയ്യാം. വ്യത്യാസം അവിടെയാണ്. വരുന്ന കാലഘട്ടത്തിന്റെ 3 പ്രധാനപ്പെട്ട മേഖല നമ്മളെ കൈ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഈ മേഖലയൊക്കെ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. നമ്മൾ മുതൽ മുടക്കി നമുക്ക് ചെയ്യാം. പക്ഷെ അവിടെ ലക്ഷങ്ങൾ മുടക്കണം. ഇവിടെ മുതൽ മുടക്കില്ല. പക്ഷെ മുതൽ മുടക്കില്ല എന്ന് വെച്ചിട്ട് നഷ്ടമില്ല എന്ന് നമ്മൾ കരുതുന്നത്, നമ്മൾ പറയുന്നതാണ്. ഇവിടെ മുതൽ മുടക്കില്ല എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടമില്ല എന്ന് കരുതരുത്. കാരണം ഇന്ന് ശ്രീധരൻ എന്ന വ്യക്തി ഈ ബിസിനസ് ചെയ്തിട്ടില്ല എങ്കിൽ എനിക്ക് ഇതുപോലുള്ള അംഗീകാരങ്ങളോ ഇതുപോലുള്ള ആദരവുകളോ ഇത്രയും പണങ്ങളോ ഒരിക്കലും കിട്ടിയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് 10 വർഷം കൊണ്ട് ശ്രീധരൻ ഇന്ന് എന്ത് റാങ്ക് ഉണ്ട്, ഇന്ന് എത്ര വരുമാനം കിട്ടി എന്നുള്ളതല്ല. ഇനി വരുന്ന മാസങ്ങളും വർഷങ്ങളും ശ്രീധരന് എന്തൊക്കെ വരാനുണ്ട് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ 10 വർഷത്തെ കഴിഞ്ഞു. ഞാൻ പറയുന്നത്, എനിക്ക് മൈ ലൈഫിൽ ഒരുപാട് കടങ്ങളും കടബാധ്യതകളെല്ലാം തീർത്ത് പണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇനി ശ്രീധരന്റെ അടുത്ത 10 വർഷം എനിക്ക് 10 വർഷം ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ബിസിനസിനെ കുറിച്ച് പഠിച്ചു. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ബിസിനസിന്റെ സാധ്യതയേക്കാൾ കൂടുതലായി എന്റെ തലച്ചോറിലേക്ക് കയറി കഴിഞ്ഞു. ഈ കമ്പനി, ഈ മാനേജ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കി. ഈ മാനേജ്മെന്റ് കീഴിൽ
നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്താണെന്നും ആ ഉൽപ്പന്നത്തിന്റെ പിന്നിലെ സയന്റിസ്റ്റ് എന്താണെന്നും ഇതിന്റെ പൾസ് കംപ്ലീറ്റ് മനസ്സിലാക്കി. എനിക്കിപ്പോ എന്ത് കിട്ടിയെന്നുള്ളതല്ല, ഇനി എന്ത് കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി വരുന്ന 10 വർഷം ശ്രീധരന് ഈ മേഖലയിൽ കൂടി എന്തൊക്കെ കിട്ടും. ഇനി ശ്രീധരന് കിട്ടുന്നതിനോടൊപ്പം ശ്രീധരന്റെ കൂടെ ഒരു 10 വർഷം നിൽക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ കിട്ടും. ഇപ്പം ഉദാഹരണത്തിന് നമ്മളെ ഗ്രേറ്റ് ലീഡർ പ്രതീഷ് സാർക്ക് ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് മൈ ലൈഫിൽ നിന്ന് കിട്ടി. ഈ ബിസിനസ് എന്താണെന്ന് പഠിച്ചു. ഇനി അദ്ദേഹത്തിന് ഓരോ വർഷവും കിട്ടുന്നത് ഇതിന്റെ 10 മടങ്ങാണ്. കാരണം ഇതിനൊരു പ്രത്യേകത, ആദ്യത്തെ ഒരു വർഷം നമുക്ക് കിട്ടുന്നത് ചിലപ്പം 10,000 ആയിരിക്കും, പക്ഷെ അടുത്ത വർഷം കിട്ടുന്നത് അതിന്റെ 10 ഇരട്ടിയാണ്. അത് തൊട്ടടുത്ത വർഷം അതിന്റെ 10 ഇരട്ടിയാണ്. ഓരോ വർഷവും അതിന്റെ 10 മടങ്ങാണ്. കാരണം ഇത് കിട്ടുമെന്ന് പഠിക്കലാണ് ആദ്യ ആവശ്യം. അപ്പൊ അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ഇപ്പൊ 58-60ഓളം ആളുകളാണുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യത്തെ ഒരു 5 വർഷം ഇത് കൃത്യമായിട്ടൊന്ന് പഠിക്കണം. ചെയ്യൽ നിങ്ങൾ ചെയ്തോ, നിങ്ങൾ റീറ്റെയിൽ ചെയ്യോ, വരുമാനം ഉണ്ടാക്കോ, റാങ്ക് മാറോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ ആദ്യത്തെ ഒരു വർഷത്തെ വരുമാനം ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച്, നമുക്ക് ഇതിലിരിക്കുന്ന എല്ലാ ആളുകളും സാധാരണക്കാര ആളുകൾക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്ക് സാധാരണ എന്താണ് വരുമാനം തന്നെയായിരിക്കും ആവശ്യം, അത് റെഡിയാണ്. പക്ഷെ നമ്മൾക്കിപ്പോ, എനിക്ക് 2015-16 അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ എനിക്ക് ജീവിക്കാനുള്ള വരുമാനങ്ങളായിരുന്നു ആവശ്യം. പക്ഷെ മൈ ലൈഫിൽ വന്നത് തൽക്കാലം ജീവിച്ചു പോകാനുള്ള വരുമാനത്തിന് വേണ്ടിയല്ല. നമ്മളെ സ്വപ്നങ്ങളും നമ്മളെ ആഗ്രഹങ്ങളും നമ്മളെ മക്കളുടെ സ്വപ്നങ്ങളും അവരെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാ. അപ്പൊ ആദ്യം അവർക്ക് ഒരു മേഖലയെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടാക്കി കൊടുക്കണം. ശരിക്കും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എനിക്ക് ഇനി അങ്ങോട്ട് ഒരു എന്താണ് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഇനി എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഇതുപോലൊരു മേഖല വേറെ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ അറിവാണ് എനിക്ക് കിട്ടിയത്. ഇനി ഞാൻ നിങ്ങളോട് നിങ്ങൾ അത് ചെയ്യണം, നിങ്ങൾ ഇത് ചെയ്യണം, ഒരിക്കലും നിങ്ങൾ ചെയ്യില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇന്ന് പ്രസംഗിക്കുന്നത് പോലെ വലിയ പണമോ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ 6 ദിവസം ജോലിക്ക് പോയി വന്നതിന് ശേഷം രാത്രി 10 മണിക്ക് 11 മണിക്ക് ട്രെയിൻ കയറി എറണാകുളത്തോ തൃശ്ശൂരോ എവിടെയാണോ ട്രെയിനിങ് ഉള്ള അവിടത്തേക്ക് പോകും. ആ സമയത്ത് അത്രയും ചെലവുകളുണ്ടാവും. ഇന്നൊരു ട്രെയിനിങ്ങിനോ പ്രോഗ്രാമിനോ പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ലീവാക്കാൻ പറ്റില്ല. അന്ന് ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇങ്ങനെ ഞാൻ എല്ലാവരും പല ആളുകളെയും കാണുന്നതാ. പക്ഷെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഇപ്പൊ എൻ്റെ മുമ്പിലിരിക്കുന്ന പല ZDC STC ലീഡറുമായ ആളുകൾക്കും ട്രെയിനിങ് സെന്ററിൽ ഞാൻ കാണാറ് പോലും ഇല്ല. ഇവരെങ്ങനെയാണ് ഇവരെ ടീമിനെ സപ്പോർട്ട് ചെയ്യാന്ന് എനിക്കൊരു പിടിയുമില്ല. ഇവരെല്ലാം വിചാരിക്കും കാരണം ഈ ബിസിനസ് ഇന്ന് എന്നെ സംബന്ധിച്ച് പറയാമെങ്കിൽ മാസങ്ങൾ ലക്ഷങ്ങൾ വരുമാനമാകുന്ന ആളാണ്. ഇത് എനിക്കും കിട്ടും, നിങ്ങളെ മുമ്പിൽ കിട്ടുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന അനന്തേട്ടനും കിട്ടും, മുരളിയേട്ടനും കിട്ടും, എല്ലാവർക്കും കിട്ടും. പക്ഷെ ഈ കിട്ടുന്നെങ്കിൽ ഇതിനൊരു സ്ട്രാറ്റജി ഉണ്ട്. അത് നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. നമ്മളെ ദൈവം നമുക്കൊരു ഭാഗ്യം തന്നതാണ് ഈ അവസരം. ഇനി അടുത്തത് നമ്മളെ കൂടെ ആളുകൾ വന്ന് നിൽക്കണമെങ്കിൽ കൃത്യമായി നമ്മൾ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ആ പഠിക്കുന്നതിന് കൂടെ നമ്മളെ ചിന്താഗതി നമുക്ക് മാറ്റാൻ പറ്റണം, മനോഭാവം നമുക്ക് മാറ്റാൻ പറ്റണം. നമ്മളെ കൂടെ പല രീതിയിലുള്ള ആളുകൾ നമ്മളെ കൂടെ കടന്നു വരും. പല മേഖലയിൽ നിന്നും ആളുകൾക്ക്, പല അമ്മമാരും പ്രസവിച്ച മക്കളാണ്. അവർ പലതും പല രീതിയിലാണ്.
ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ, എൻ്റെ ഭാര്യ, 2 മക്കൾ, അമ്മയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ക്ഷമ ഇല്ലെങ്കിൽ ഈ 4 ആളുകൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചന്ദ്രൻ എൻ്റെ വീട്ടില ഞാൻ, അമ്മ, ഭാര്യ, 2 മക്കൾ, 5 ആളാണ്. ഈ 5 ആളുകൾക്ക് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കണമെങ്കിൽ ഈ 5 ആളും ആദ്യം പഠിക്കേണ്ടത് ക്ഷമയാണ്. ഈ ക്ഷമിക്കണം എന്നുള്ള പഠനം നമുക്ക് ജീവിതത്തെ എവിടെ നിന്നും കിട്ടുന്നില്ല. എന്നാൽ ആദ്യം നമ്മൾ മൈ ലൈഫിൽ മനസ്സിലാക്കുക, ആദ്യം നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ കൂടെ, ഇന്ന് എൻ്റെ കൂടെ ആയിരക്കണക്കിന് ആളുകളുണ്ട്, 10,000-കണക്കിന് ആളുകളുണ്ട്. ഇന്നലെ ഒരു ഫുൾ ടൈം മീറ്റിംഗ് നടത്തിയ സമയത്ത് അതിൽ 68 ആളുകൾ എൻ്റെ ടീമാണ്. ഈ 68 ആളുകളും എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ഞാൻ ആകെ ഇവർക്ക് കൊടുക്കേണ്ടത് എന്താ? ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും 100 രൂപ ശമ്പളം തരേണ്ട ആവശ്യമുണ്ടോ? 100 രൂപ ഗിഫ്റ്റ് തരേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ഞാൻ ആകെ ചെയ്യേണ്ടത് എൻ്റെ ഫുൾ ടൈമേഴ്സിൽ ചെയ്യുന്ന ആളുകളെ കൂടെ അവർക്ക് കൊടുക്കാൻ പറ്റിയ വെറും ഒരു സ്നേഹവും കുറച്ച് ക്ഷമയും മാത്രം. ആകെ നമ്മൾ ഇവിടെ ക്ഷമിക്കാനും സ്നേഹിക്കാനും നമ്മൾ പഠിച്ചാൽ ലക്ഷങ്ങളും കോടികളും തരുന്ന കമ്പനിയുടെ പേരാ MI ലിസ്റ്റഡ് മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് നമ്മൾ അറിയാതെ നമ്മളിലേക്ക് കടന്നു വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ എത്ര ആളുകൾ വന്ന് ഈ ബിസിനസ് നിർത്തിപ്പോയിട്ടുണ്ടാവും? ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാണാം. നിങ്ങളുടെ കൂടെ വന്ന 10 ആളുകൾ ഉണ്ടെങ്കിൽ ആ 10 ആളുകൾ നിങ്ങളെ ഇതില് ITC ആക്കും, CTC ആക്കും, NDC ആക്കും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. കാരണം ഇന്നലെ എൻ്റെ മീറ്റിങ്ങിലേക്ക് വന്ന് ഇത്ര 70ഓളം ആളുകൾ ഫുൾ ടൈമേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 700 ആളുകൾ എൻ്റെ ടീമിൽ വന്ന് പോയിട്ടുണ്ടാവും. അതിനെ 10 ഇരട്ടി വന്നിട്ട് നിർത്തിപ്പോയിട്ടുണ്ട്. ഇവരെല്ലാം പോകാനുള്ള കാരണം എന്താ? ഇവർക്കൊന്നും മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് വേണ്ടിയിട്ടല്ല. ഒന്ന്, MI ലൈഫ് സ്റ്റൈലിന്റെ മാനേജ്മെന്റ് എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാതെ പോയി. കുറെ അങ്ങനെ പോയിട്ടുണ്ട്. കാരണം എന്താ? പല കമ്പനികളും വന്നു പോയി. ഈ കമ്പനികളെല്ലാം പോകുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയും പൂട്ടിപ്പോകുന്നുള്ള ധാരണയാണ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കണം, അതെവിടെയാണ് കമ്പനീന്റെ മാനേജ്മെന്റ്, എന്താണ് കമ്പനി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ പല മീറ്റിങ്ങിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കമ്പനി എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ എന്താണ് പറയാ, പെട്ടെന്ന് മുളച്ചു വന്ന ഒരു കമ്പനിയല്ല. ഈ കമ്പനിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് 18ാം അല്ലെ 19ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മേഖലയെ വ്യവസായ മേഖല, ഇരുമ്പുരുക്ക് വ്യവസായ മേഖലയാണ്. നമുക്കറിയാം ടാറ്റ, ബിർല, അതുപോലെ പല വ്യവസായ കമ്പനികളെ പോലുള്ള ഒരു കമ്പനിയാണ് മഹാവീർ മെറ്റൽസ് ഇന്ത്യ. ഇവര് MI ലിസ്റ്റഡ് എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 1263 കോടി ആസ്തിയുള്ള ഒരു കമ്പനിയാണ്. ഈ 1263 കോടി സ്വന്തമായിട്ട് ആസ്തിയുള്ള ഒരു കമ്പനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ലോക ബാങ്കിലേക്ക് പൈസ നിക്ഷേപിച്ച് അതിന്റെ പലിശ മാത്രം വെച്ച് ജീവിക്കുന്നതാണെങ്കിലും ഒരു 100 തലമുറക്ക് ജീവിക്കാനുള്ള പണം അതിനുണ്ട്. പക്ഷെ അവരെന്തുകൊണ്ട് ഈ മേഖല സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും നല്ല മേഖല ഡയറക്ട് സെല്ലിംഗ് എന്ന് അവർക്ക് അറിയാതുകൊണ്ടാ. അപ്പൊ അവർക്കൊരു സുപ്രഭാതത്തിൽ കമ്പനി ഇട്ട് പൂട്ടിപ്പോണ്ട ഒരു ആവശ്യം ഇല്ല. എന്നാ നേരെ മറിച്ച് നമ്മൾ വേറെ ഏതെങ്കിലും പൂട്ടിയ കമ്പനിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആരാന്ന് വെച്ചാൽ അധിക പൂട്ടിയ കമ്പനിയുടെ ഏതെങ്കിലും ഫ്രോഡുകളായിരിക്കും. വേറെ പല മേഖലയിലും ലക്ഷങ്ങൾ കടമാക്കി പല കേസുകളുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ പണമുണ്ടാക്കുന്ന മേഖലയായിട്ടാണ് അവർ കണ്ടത്. അപ്പം പൂട്ടിയ കമ്പനിയും നമ്മുടെ നിലനിൽക്കുന്ന പല കമ്പനികളെയും പിന്നിൽ 1000 മടങ്ങ് വ്യത്യാസങ്ങളുണ്ട്. 1 2 1000 മടങ്ങ് വ്യത്യാസം. ഇപ്പം നമ്മളിപ്പം കാണുന്ന ഫിജി കാണുന്ന പൂട്ടിയ കമ്പനി
ആ കമ്പനിന്റെ പിന്നിൽ പ്രതാപ് എന്ന വ്യക്തിയാ. പ്രതാപ് എന്ന വ്യക്തി ആദ്യം ഡയറക്ട് സെല്ലിങ്ങിൽ എന്താ പറയാ ഓൺ ബിസിനസ് എന്ന കമ്പനി തുടങ്ങി. അതിനു മുമ്പ് വേറെയൊക്കെ എന്തൊക്കെയോ ചെയ്ത് പിന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 8ഓളം കേസുകളുള്ള ആളാ. ലക്ഷങ്ങളും കോടികൾ തിരിമറി ഉണ്ടാക്കിയിട്ട് കോടികൾ ഉണ്ടാക്കിയ ആളാ. അപ്പൊ ഞാൻ പറഞ്ഞത് കൂട്ടിയ കമ്പനിയുടെ പിന്നിലുകളിൽ കൂട്ടിയുടെ കമ്പനികളിലെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന എന്തെങ്കിലും ഉടായ്പായിരിക്കും. അപ്പൊ നമ്മുടെ കമ്പനി മാനേജ്മെന്റിന് വലിയ പ്രാധാന്യമുണ്ട്. അവിടെ ഇവര് ലക്ഷങ്ങളും കോടികളും കണ്ട് മതിമറന്ന ആളുകളാണ്. ഇവര് പണം കാണുമ്പോൾ കണ്ണ് മഞ്ഞളിച്ചു പോവില്ല. കാരണം ഡയറക്ട് സെല്ലിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് 1, 2, 4, 8, 16, 32 ഇങ്ങനെ വളരുമ്പോ കോടികൾ അക്കൗണ്ടിലേക്ക് വരും. ഈ കോടികൾ അക്കൗണ്ട് വരുന്ന സമയത്ത് കമ്പനി എന്താ വിചാരിക്കുക, ഇവര് പണം കാണുമ്പോൾ എന്നാൽ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ മുങ്ങുന്ന പ്രശ്നം ഈ ഡയറക്ട് സെല്ലിനുണ്ട്. അപ്പം ഇതൊന്നും ഇല്ലാത്തൊരു കമ്പനി, ഒരു മാനേജ്മെന്റ് ഇതിന്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിന്റെ പ്രൊഡക്റ്റുകളും. ഒരു സുപ്രഭാതത്തിൽ വന്ന പ്രൊഡക്റ്റുകളൊന്നല്ല. നമ്മളെ പ്രൊഡക്റ്റുകളെ സംബന്ധിച്ച് പറയാനുണ്ട്, ഈ കമ്പനി ആദ്യം തന്നെ സെലക്ട് ചെയ്തത് ഇന്ത്യയിലെ നമ്പർ 1 സയന്റിസ്റ്റുകളെയാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല ശാസ്ത്രജ്ഞന്മാരെയാണ് കമ്പനി സെലക്ട് ചെയ്തത്. നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഓരോ സയന്റിസ്റ്റിന്റെയും ലിസ്റ്റ് എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അത്രയും പ്രഗത്ഭന്മാരായ സയന്റിസ്റ്റിന്റെ ഒരു കൂട്ടായ്മയാണ് നമ്മളെ പ്രൊഡക്റ്റ്. അതുകൊണ്ടാണ് ഇത്രയും നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനി ഒരു കഫ്നിൽ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് തന്നെ 61 കോടി രൂപ 22 സയന്റിസ്റ്റ് വിങ്ങിന്റെ പാനൽ ഉണ്ടാക്കി 61 കോടി രൂപ മുടക്കിയിട്ടാണ് നമ്മളെ എന്താണ് വെൽനസ് എന്ന പ്രൊഡക്റ്റ് നമ്മളെ രാജ്യത്തേക്ക് കമ്പനി ഇറക്കുന്നത്. അപ്പൊ അത്രയും പണം മുൻകൂട്ടി ഇറക്കാനും ഉള്ള കപ്പാസിറ്റി അവരെ കയ്യിലുള്ളത് കൊണ്ടാണ്. മൈലൈഫ് എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പണം ഉണ്ടാക്കിയിട്ട് ചെയ്തതല്ല. മൈലൈഫ് എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവര് ഈ കമ്പനി പ്രൊഡക്റ്റാണ് ഇവർ നിർമ്മിച്ചത്. കാരണം ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇതിലും ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ വേറൊരു കമ്പനിക്ക് ഇറക്കാൻ പാടില്ല എന്ന് നമ്മളെ കമ്പനി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ 10 വർഷമായി നമ്മളെ പ്രൊഡക്റ്റ് വന്നിട്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ പോയിട്ട് നമ്മളെ പിന്നെ വെൽഹാർട്ടിനനുസരിച്ച് നമ്മളെ വെൽഹാർട്ടിനെ വെല്ലുന്നൊരു പ്രൊഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടോന്ന് ചോദിക്കും. ലിവഗൈൻ എന്ന പ്രൊഡക്റ്റിന് തത്തുല്യമായ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ടോ? നമ്മളെ ഈ ആയുഷ്വാസ് എന്ന പ്രൊഡക്റ്റിന് അതിലൊരു പ്രൊഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലില്ല. നമ്മളെ കവചപ്രാശം 43 ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു ലേഹ്യം ഇന്ത്യൻ മാർക്കറ്റിലില്ല. അപ്പൊ നമ്മളെ പ്രൊഡക്റ്റിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത്രയും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കമ്പനി 10 വർഷമായിട്ടും അതിനോട് കടപിടിക്കാൻ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ ഒരു കമ്പനിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് സത്യം. അപ്പം ഇത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് പ്രധാന കമ്പനി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും ഇത് കമ്പനിയെ കുറിച്ച് പറയാൻ ഒരുപാട് പറയാനുണ്ട്. ഇപ്പം നമ്മളെ അതുകൊണ്ട് തന്നെ നമ്മളെ എന്ത് ചെയ്യണം, നമ്മളെ വിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിന്റെ ശരിക്കും ഉള്ളാണ് നമ്മൾ തുറക്കേണ്ടത്. എന്താണ് മൈലൈഫ് സ്റ്റൈൽ? മൈലൈഫ് സ്റ്റൈൽ ചെയ്താൽ എനിക്കല്ല അപാരമായ വിശ്വാസം, അത്രയും വിശ്വാസം ഈ കമ്പനി ഉണ്ടാകാൻ ഈ കമ്പനിയെ കുറിച്ച് നന്നായിട്ട് പഠിച്ചത് കൊണ്ടാണ്. ഇനി ഈ കമ്പനി മുമ്പ് ഞങ്ങൾ വരുന്ന സമയത്ത് ഇപ്പം ബെല്ലു സാറോട് ഞങ്ങൾ ചോദിച്ച സമയത്ത് ബെല്ലു സാർക്ക് 100 രൂപ കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലൊന്നും പ്രധാനപ്പെട്ട ആളുകൾക്കൊന്നും കേരളത്തിൽ ഒരു വരുമാനവും കിട്ടിയിട്ടില്ല. പക്ഷെ ഇതിലെ പ്രധാനപ്പെട്ട മെയിൻ ലീഡർമാർ കേരളക്കാരാണ്. ഇവരെല്ലാം ബിസിനസ് ചെയ്യുന്നത് ബോംബെ, ഡൽഹി, ആസാം പോലത്തെ സ്ഥലങ്ങളിലാണ്. ഇപ്പൊ ഇതിന്റെ പല ലീഡേഴ്സും ഇപ്പൊ ഇതിന്റെ ടോപ്പിൽ നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ലീഡർ ഇപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നത് ഒന്ന് PV അശോക് സാറായിരിക്കും. രണ്ടാമത്തത് അയാൾ മരിച്ചുപോയി. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ആരാണ്, സജീവ് പാറക്കലാണ്, റെന്നി വർഗീസ്, ഇവരെല്ലാം ചങ്ങനാശ്ശേരി മുബീൻ മുഹമ്മദ്, ഇവരെല്ലാം ശരിക്കും കേരളക്കാരാണ്. പക്ഷെ ഇവർക്കാർക്കും കേരളത്തിൽ ബിസിനസ് ഇല്ല.
അതുകൊണ്ട് കേരളത്തില് വലിയ അച്ചീവേഴ്സുള്ള ആരെയും കാണിക്കാനില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ നോക്കിക്കോ, 10 വർഷം കഴിയുമോ നമ്മളെല്ലാം പ്രധാനപ്പെട്ട ലീഡർ വെല്ലി സാറ് WTC 4-5 കോടി വാങ്ങി. അടുത്ത ശൈലേഷ്, ബിജു BK, എത്ര ലീഡേഴ്സ്. അപ്പുറത്തൊക്കെ SIT സത്യം മാഷ്, പ്രസാദ് സാറ്, സോമകുമാർ സാറ്, ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ നമുക്ക് നാട്ടിൽ തന്നെ നല്ല വരുമാനം ഉണ്ടാക്കിയ ആളുകളെ കാണിച്ചു കൊടുക്കാറുണ്ട്. നിർത്തിയ ആളുകൾ ഒരുപാടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നിർത്തിയ ആളുകളോട് നമ്മൾ ചോദിക്കുക, ഇന്ന് മൈ ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ? കമ്പനിയുടെ പ്ലാൻ ഒന്ന് പഠിച്ചിട്ടുണ്ടോ? ഞാൻ ഇപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്ന ഇത്രയും ആളുകളോട് ഞാൻ പറയുന്നത്, ഇപ്പോഴും ഈ കമ്പനിയെ കുറിച്ച് 10 ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാ ഇന്നും നമ്മൾക്ക് പല ആളുകൾക്ക് അറിയില്ല. അത് നമ്മൾ തിരിച്ചറിയാം. ഈ അറിവില്ലാത്ത കാലത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല. ഇനി ഇതേ സാധനം എൻ്റെ മുമ്പിലിരിക്കുന്ന പല ആളുകൾക്കും, ഏറ്റവും മിനിമം നമ്മളെ വീട്ടില് 4, 5, 6 ആളുകളുണ്ട്. 4 ആളുടെ വീടുണ്ട്, 5 ആളുടെ വീടുണ്ട്. ഈ 6 ആളും കൂട്ടമായിട്ടാണോ ഈ ബിസിനസ് സെലക്ട് ചെയ്തത്? ഇന്നും ഇപ്പൊ 3 വർഷം 4 വർഷമായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് പ്രതീഷ് ഏട്ടനും മുരളിയേട്ടനും ഇപ്പം പ്രധാനപ്പെട്ട കുറച്ച് ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ഫാമിലി വളരെ സീരിയസ് ആയിട്ടാണ്. പക്ഷെ എന്നാലും പറയാ, ബാക്കിയുള്ള ലീഡേഴ്സിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ബിസിനസിനെ കുറിച്ച് പല ധാരണയുണ്ടോ? ഒരു ധാരണയില്ല. ഒരാള് ചിലപ്പോ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, രാവിലെ മീറ്റിംഗ് കേൾക്കുന്നുണ്ട്, ഒരു ധാരണയില്ല സത്യത്തിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുടുംബവും ഇത് വ്യക്തമായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ തന്നെ നമ്മളെ ബിസിനസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന്റെ മേലെയായിരിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മളെ ഓർഗ് വള്ളിയിലും ട്യൂബിലും കുറെ ആളുകൾ വന്നു, ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ റാങ്കിൽ നിൽക്കുന്നത്. ശരിക്കും ഒരിക്കലും യഥാർത്ഥ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങോ ഡയറക്റ്റ് സെല്ലിങ്ങോ മൈ ലൈഫ് പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ നമ്മളെ ടീമിൽ വന്നു, മൈ ലൈഫ് എന്ന മാനേജ്മെന്റ് കീഴിൽ വന്നു, നല്ല പ്രൊഡക്റ്റ് കിട്ടി, ഇനി വരുന്ന ഒരു 2, 3, 4 വർഷം കൃത്യമായിട്ട് ഇതിന്റെ പ്ലാൻ പഠിക്കാനും ചെയ്യാനും ശ്രമിക്കുക. അല്ലാതെ വെറുതെ എന്ത് ചെയ്യരുത്, ഇത് വിട്ടുപോകരുത്. വിട്ടുപോയാൽ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ആ നഷ്ടങ്ങൾ മനസ്സിലാകണമെങ്കിൽ അത് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ മനസ്സിലാവും. ചെയ്ത ആളുകൾക്ക്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഇന്ന് നിലവിലുള്ള ആളുകളെക്കാട്ടും 10 ഇരട്ടി ആളുകൾ വിട്ടുപോയിട്ടുണ്ട്. എൻ്റെ ടീമിൽ നിന്ന് 50 ലക്ഷം പേർ RTCക്ക് എത്താൻ ആളുകൾ പോയിട്ടുണ്ട്, STC ആകാനായ ആളുകൾ പോയിട്ടുണ്ട്, TCയിൽ ഒരുപാട് ആളുകൾ നിർത്തിപ്പോയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് ബാധിച്ചിട്ടില്ല. ഓരോ വർഷവും എനിക്ക് വരുമാനം കൂടിയിട്ടുള്ള കുറഞ്ഞിട്ടില്ല. ആദ്യത്തെ ഒരു വർഷം 6000 രൂപയായിരുന്നു, അല്ല 12,000 രൂപ. പിന്നീട് അത് 12,000-ന്റെ 5 മടങ്ങ് 60,000-ആയി, 3,20,000-ആയി, 27 ലക്ഷമായി. ഇങ്ങനെ ഓരോ വർഷവും കൂടിയിട്ട് എൻ്റെ കൂടെ വന്ന ആളുകൾ, പല ആളുകളും വിട്ടുപോയിട്ട് ബിസിനസ് താഴോട്ടല്ല പോയത്, ബിസിനസ് വളരെയാ ചെയ്തത്. ഇത് നാളെ നിങ്ങൾക്കും സംഭവിക്കുമോ? 2 ആളുകൾ നിങ്ങളെ കൂടെ വിട്ടവർ പോകുമ്പോൾ പേടിക്കണോ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഒരാൾ പോകുമ്പോൾ 10 ആള് കയറി വരാനുണ്ട്. പക്ഷെ ഒരു കാരണം, നമ്മൾ കാരണം ഒരു കുട്ടികൾ പോലും എൻ്റെ ടീമിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുതെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇപ്പൊ എൻ്റെ ടീമിൽ നിന്ന് ഒരാൾ പോയിട്ടുണ്ട്, അതൊരിക്കലും ശ്രീധരൻ കാരണമല്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തണം. അതിന് ഞാൻ പ്രൊഡക്റ്റ് കൊടുക്കാനോ പ്രൊഡക്റ്റ് റോളിങ്ങോ സാമ്പത്തിക റോളിങ്ങോ അവരോട് ദേഷ്യം വന്നതുകൊണ്ടോ, ഇല്ലെങ്കിൽ അവരോട് വേറെ ഏതെങ്കിലും, ഇപ്പൊ ലേഡീസ് അല്ല ഒരുപാട് നമ്മളെ ടീമിലേക്ക്, അവരോട് വേറെ ഏതെങ്കിലും ഒരു മോശപ്പെട്ട സ്വഭാവം കാട്ടിയതുണ്ടോ? ഇങ്ങനെ ഒരിക്കലും എൻ്റെ ടീമിൽ നിന്ന് ഒരാള് പോകരുത് എന്ന് നമ്മൾ തീരുമാനിക്കണം.
ആളുകൾ വിട്ടുപോകാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന രീതി, ഞാനിപ്പോ എന്ത് പറയുമ്പോ ഇപ്പൊ ആ രീതിയിൽ അത് അനന്തേട്ടന് മനസ്സിലാവണമെന്നില്ല, ഇല്ലേ മുരളിയേട്ടന് മനസ്സിലാവണമെന്നില്ല, ഇല്ലേ പ്രതീഷ് ചേട്ടന് മനസ്സിലാവണില്ല, ഇല്ലേ ബിനുവിന് മനസ്സിലാവണമെന്നില്ല. അവർ ചിന്തിക്കുക വേറെ രീതിയിലായിരിക്കും. അതുകൊണ്ട് വിട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ എന്ത് ചെയ്യരുത്, നമ്മൾ കാരണം വിട്ടുപോകാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കരുത്. അത് പ്രധാനപ്പെട്ടതാണ്. കാരണം ഇപ്പൊ പല സ്ഥലങ്ങളിലും പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് നമ്മളെ പേഴ്സണൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പൊ കൂടുതൽ കേൾക്കുന്നത് ടീമിനോട് ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര വെറുപ്പാണ്, എന്ത് പറഞ്ഞാലും അവരെ ഞെട്ടിക്കുക. നമ്മൾ മനസ്സിലാക്കിയ ഇപ്പം പ്രതീഷ് ഏട്ടൻ എന്ന വ്യക്തി ഒരിക്കലും ശ്രീധരൻ എന്ന വ്യക്തിയെ കണ്ടു വന്നതല്ല. അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് നമ്മളെ പാർട്ട്ണർഷിപ്പായിട്ട് വന്ന. അപ്പൊ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ട് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഇത് തന്നെയാണ് നിങ്ങൾ നാളെ ടീമിനോട് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, നമ്മള് എന്താ പറയാ, നമ്മളെ കൂടെ ഇപ്പം ഒരുപാട് ലേഡീസ് ഉണ്ട്. അവരെ കാണുന്ന സമയത്ത് നമ്മൾ അവരോട് എന്താണ് മോശപ്പെട്ട സ്വഭാവങ്ങൾ കാട്ടിയിട്ട് അവർ നമ്മളെ വിട്ടുപോകാൻ പാടില്ല. ഇങ്ങനെ ആദ്യം നമ്മൾ ഒരു ക്വാളിറ്റിയുള്ള ലീഡറാകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ആദ്യം നമ്മൾ പണത്തിന് വേണ്ടി, ഇതിപ്പോ സമയം ഏതാണ്ട് അതിക്രമിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ക്വാളിറ്റിയുള്ള ഒരു ലീഡറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാണിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ആ സമയത്ത് ചിലപ്പം സാമ്പത്തിക പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റിയില്ല വരും. പക്ഷെ ഒരു 2, 3, 4 വർഷം കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച്, നന്നായിട്ട് ചെയ്താണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. തുടക്കത്തിൽ നമുക്ക് ഒരാളെ കണ്ട സമയത്ത് ബിസിനസ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനോ അവരെ അസോസിയേറ്റ് ചെയ്യിക്കാനോ നമുക്ക് പറ്റില്ല. പക്ഷെ ഇന്ന് എനിക്ക് ഏത് വ്യക്തിയെ കണ്ടാലും അവർക്ക് ക്ലിയറായിട്ട് ബിസിനസ് പറയാനോ അവർക്ക് സ്വന്തമായിട്ട് വേണേൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് നടത്തി കൊടുക്കാനോ കമ്പനിയുടെ പ്ലാൻ എല്ലാം പറഞ്ഞു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇന്ന് എനിക്കുണ്ടായി. അപ്പൊ ഇത് നാളെ നമ്മളെ സ്ഥിതി അതാണ്. ഇന്ന് ഇതിലിരിക്കുന്ന പല ആളുകൾക്കും ലീഡേഴ്സിന്റെ സപ്പോർട്ട് ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിൽ നിന്ന് ഇപ്പം പ്രതീഷ് സാർക്ക് ഇപ്പൊ സ്വന്തമായിട്ട് പോയിട്ട് ബിസിനസ് പറഞ്ഞ് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി ആയി. മുരളിയായിട്ട് ഇപ്പം തിരുവനന്തപുരത്തെല്ലാം പോയിട്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന കപ്പാസിറ്റി ആയി. ഇതൊന്നും ശരിക്കും 2 വർഷം മുമ്പ് നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ മുരളിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ DTC റാങ്ക്, ഒരാൾ DTC റാങ്കാണ്. ഇപ്പൊ DTC റാങ്കിൽ അദ്ദേഹം ഒരു ലീഡർ ആകാനുള്ള കപ്പാസിറ്റി ആയി. ഇനി സ്വന്തമായിട്ട് ആളുകളെ കാണാനും ഒരു സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ഒരു പോക്കറ്റ് ക്രിയേഷൻ ചെയ്യാനുള്ള ഇത് തന്നെയാണ് ഇതിനാവശ്യം. ആദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് സിമ്പിളാ. ഈ പഠിക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ പണമൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ, നമ്മൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇവിടെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ കൂടെ വന്ന ആളുകൾ നമ്മളതല്ലാതെ കാരണത്താൽ കൊഴിഞ്ഞു പോയാലോ ഇനി പുതിയൊരു സ്ഥലത്തേക്ക് ടീം ഡെവലപ്പ് ചെയ്യാനോ എല്ലാത്തിനും നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. അതിന് നല്ല നല്ല പഠനം ഉണ്ടാവണം. അപ്പൊ എല്ലാവരും കൂടുതൽ ഈ പിന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് ഈ PMLA പഠിക്കാനും. രണ്ടാമത്തത്, മോർണിംഗ് മീറ്റിൽ എല്ലാവരും, ഈ മോർണിംഗ് മീറ്റ് നല്ലതാണ്, നല്ല എനർജി തരുന്നതാണ്, നല്ല കൂട്ടായ്മ തരുന്നതാണ്. പക്ഷെ ഈ മോർണിംഗ് മീറ്റിൽ ഒരു ഫോൾട്ട് കൂടി ഞാൻ കാണുന്നുണ്ട്. ആ ഫോൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൂടെ പുതിയ ആളുകൾ കടന്നു വരണം. ഈ പുതിയ ആളുകൾ കടന്നു വരണമെങ്കിൽ അവർ നിലവിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം. ഇപ്പം 2015 ശ്രീധരനെയാണ് ഫോളോ അപ്പ് ചെയ്യാൻ വരേണ്ടതെങ്കിൽ ശ്രീധരൻ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആളാണ്. അപ്പൊ 8 മണിക്കൂർ മുമ്പ്, 8 മണിന്റെ മുമ്പ് എന്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാല് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ മുരളിയേട്ടൻ രാവിലെ വണ്ടി എടുത്ത് ഓട്ടോറിക്ഷ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന, അതിന്റെ മുമ്പ് വന്നിട്ട് കണ്ടാൽ മാത്രമേ മുരളിയേട്ടനെ വീട്ടിൽ വെച്ച് കാണാൻ പറ്റൂ. നാളെ 7 മണി വരെ 7 വരെ മോർണിംഗ് മീറ്റ് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി ചായ കുടിച്ച് നമ്മൾ ഇറങ്ങുന്ന സമയത്തേക്ക്
9 മണിയാവും. അതുകൊണ്ട് രാവിലെ ആർക്കും വർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരും പറഞ്ഞ വീട്ടിലിരുന്ന് മോർണിംഗ് മീറ്റ് കേൾക്കുന്നതിന് പകരം ഫീൽഡിൽ ഇറങ്ങി മോർണിംഗ് മീറ്റ് കേട്ടാൽ ആളുകളെ, പുതിയ പുതിയ ആളുകളെ കാണാൻ പറ്റും. രണ്ടാമത്തെ ചെയ്യേണ്ടത്, എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും സ്വന്തമായിട്ട് പ്ലാൻ കൊടുക്കാൻ തയ്യാറാകണം. നിങ്ങൾ ഡെയിലി രാവിലെയും വൈകുന്നേരം, ഇപ്പൊ ഡോക്ടർമാർ നമുക്ക് ഗുളിക തരുന്നില്ലേ? രാവിലെ ഒന്ന്, ഉച്ചക്കൊന്ന്, വൈകിട്ടൊന്ന്. ഉച്ചക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഡെയിലി ഒരു 1-to-1 രാവിലെ ഒരു 1-to-1 കൊടുക്കണം, വൈകുന്നേരം ഒരു 1-to-1 കൊടുക്കണം. ഇത് നിങ്ങൾ ഒരു കാര്യം, ഈ ബിസിനസ്സിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഇന്ന് അടിവരായിട്ട് എഴുതി വെച്ചോ, രാവിലെ ഒരു 1-to-1, വൈകുന്നേരം ഒരു 1-to-1. രാവിലെ ഒരു 1-to-1, വൈകുന്നേരം ഒരു 1-to-1. രാവിലെ ഒരു 1-to-1, വൈകുന്നേരം ഒരു 1-to-1. ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു 3 മാസം ചെയ്തോ. വേറെ ഒരു ലീഡറും ഇല്ല, നിങ്ങൾ ചെയ്താൽ മതി. രാവിലെ ഒരു 1-to-1 ലീഡർ. സാറേ ലീഡർ വരണോ? ഇതില്ല. കാരണം നല്ല കമ്പനി കിട്ടിട്ട് ഇതൊരു എന്താണ്, ഏത് മേഖല, നിങ്ങൾ ഏതൊക്കെ മേഖലയിൽ പിന്നെ അതിന്റെ അതിന്റെ എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്, ഏതൊക്കെ മേഖല. ഇന്നും മാർക്കറ്റിൽ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. ഈ ഉൽപ്പന്നങ്ങളെല്ലാം വിൽക്കാൻ വേണ്ടി ഒറ്റയ്ക്കാണ് അതിന്റെ ആര് വരുന്നത്, അതിന്റെ എക്സിക്യൂട്ടീവ് വരുന്നത്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, മൈലൈഫ് 3 മാസം, വെറും 3 മാസം നിങ്ങൾ ഒറ്റക്ക് ഇറങ്ങിയിട്ട് നിങ്ങളെ ഫീൽഡിൽ ഇറക്കിക്കോ. 1-to-1 കൊടുക്കാൻ ഒറ്റയ്ക്ക് പോവുക, അവരെ ക്ലോസ് ചെയ്യുക, എന്നതിന് ശേഷം ടീമാക്കുക. ഇപ്പൊ ആദ്യം തന്നെ ടീമാക്കിയിട്ട് ക്ലോസ് ചെയ്യാൻ പോയാൽ നടക്കില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഞാൻ 100% പറഞ്ഞേക്ക്, നിങ്ങൾ 3-4 മാസം കൊണ്ട് STC റാങ്ക് അടിക്കാം. പുതിയ ആളുകൾക്ക് അവരെ. പക്ഷെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. 2 ആളെ ഫോളോ അപ്പ് ചെയ്ത് കാത്തിട്ട് ഒരിക്കലും നടക്കില്ല. പുതിയ പുതിയ ആളുകളെ കണ്ടുകൊണ്ടേയിരിക്കണം. അപ്പം വളരെ സീരിയസ് ആയിട്ട് എന്ത് ചെയ്യാ, ബിസിനസ് നിങ്ങൾ സീരിയസ് ആയിട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്താ ചെയ്യുന്ന രീതി എന്തല്ല, അത്ര പെർഫെക്റ്റ് അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും പല ടൈമിലും. അവിടെ നിങ്ങൾ ഇന്ന് തൊട്ട് ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി, ഫ്രഷ് ലിസ്റ്റ് ഉണ്ടാക്കി, രാവിലെ ഒരു 1-to-1, വൈകിട്ട് ഒരു 1-to-1. ബാക്കി നിങ്ങൾ എന്തോ ചെയ്തോ അത് ഉറപ്പിക്കുക. ഇന്ന് ഞാൻ പേഴ്സണലി ഒരു 1-to-1 പറയൂ, വൈകിട്ട് ഒരു 1-to-1 പറയൂ. അങ്ങനെ ഈ പ്ലാൻ നിങ്ങൾ 3 മാസം നിങ്ങൾ കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങൾ പേഴ്സണലി അത്രയും ആളുകളെ നിങ്ങളുടെ ടീമിലേക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ബിസിനസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് എൻ്റെ കൂടെ ഇന്ന് 10 ആളുണ്ട്, ഈ 10 ആളെ കൊണ്ട് സെയിൽസ് നടത്താമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ ഈ 10 ആള് ഫീൽഡിൽ ഉണ്ടാവില്ല, നിങ്ങളും ഫീൽഡിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല ഒരു ശക്തമായ തീരുമാനം എടുക്കുക. ഒരു 10 വർഷം കഴിഞ്ഞാൽ